ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ വ്ലോഗ് ബൈ അമൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിതാ എത്തിയിരിക്കുന്നത് കൊടൈക്കനാലിലെ ഏറ്റവും പ്രസിദ്ധമായ ടൂറിസം കേന്ദ്രമായ ഗുണ കേവിലാണ്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങൾ 3 കുടുംബങ്ങളായിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഇതാണ് ഗുണ കേവിൻ്റെ ഫ്രണ്ട്. ഇപ്പോൾ വളരെ മനോഹരമായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. തിരക്കെന്ന് വെച്ചാൽ അസാധ്യ തിരക്കാണ്, എങ്കിലും കുഴപ്പമില്ല. വളരെ മനോഹരമായ യാത്രയായിരുന്നു. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങി. ഒരുപാട് വ്യത്യാസം ഇപ്പോൾ നിലവിലുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് യാത്രക്കാരെ എത്തിയിട്ടുണ്ട്. അവധി ദിവസമായത് കാരണം ഒരു രക്ഷയില്ല. നല്ല അന്തരീക്ഷമാണ്. ഞങ്ങൾ എത്തിയത് തന്നെ ഏകദേശം 8:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി, വളരെ എൻജോയബിളായിട്ട് സന്തോഷമായി മുന്നോട്ട് പോകുന്നു. ഈ കാലാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ യാത്ര പോലും ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഇങ്ങനെ നടന്ന് അത് ബാക്കിൽ നിന്ന് ശരിക്കും വണ്ടികളുണ്ട്, ശരിക്കും യാത്രക്കാരുണ്ട്. ഞങ്ങളുടെ ഫാമിലിയാണ് പുറകെ വരുന്നത്. ഇത് ഞങ്ങളുടെ പാസ്റ്ററും ഫാമിലിയുമാണ്. അപ്പോൾ ആ പ്രകൃതി നിങ്ങൾ കണ്ടില്ലേ, എന്ത് മനോഹരമാണ്. ഇപ്പോൾ ശരിക്കും ഇവിടെ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ എന്നല്ല പറയണ്ടേ, ശരിക്കും മൂടൽമഞ്ഞാണ്. ഈ മൂടൽമഞ്ഞാണ് മഴയായിട്ട് വീഴുന്നത്. നമ്മുടെ പ്രകൃതി ഇത്രയും സൗന്ദര്യമായിട്ട് കാണുന്നത് നമ്മുടെ കാഴ്ചയ്ക്ക് വളരെ കുളിമയാണ്. ഇതിൻ്റെ സൗന്ദര്യതയിൽ വീഴാതിരിക്കുന്ന മനുഷ്യരില്ല. എല്ലാ ദിവസവും ഇങ്ങനെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുക എന്നത് വളരെ ഭാഗ്യം നിറഞ്ഞ കാര്യമാണ്. ഇവിടെ എത്താനുള്ള യാത്ര വളരെ നീണ്ടതാണെങ്കിലും വഴിയിലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ എത്ര രസകരമാണെന്നറിയാവോ. ഞങ്ങൾ കൂടെ കൊടൈക്കനാലിൽ പോകുന്നുണ്ട്. ഇവിടുത്തെ ആഴിമേറിയ കാടുകളും മൂടൽമഞ്ഞുകളും പർവ്വതങ്ങളും കാണാൻ വളരെ മനോഹാരിത നിറഞ്ഞതാണ്. ഞങ്ങളുടെ മെമ്മറികളൊക്കെയും വളരെ സന്തോഷം നിറയിച്ചിട്ടുള്ളതാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ വ്യത്യസ്തമായ പൂക്കളെ കാണാൻ പറ്റി. നല്ലൊരു തണുത്ത കാലാവസ്ഥ കണ്ടില്ലേ. ഇത് മഴയല്ല കേട്ടോ, ശരിക്കും മഞ്ഞ് മഴയായിട്ട് പെയ്യുന്ന ആ ഒരു വല്ലാത്തൊരു നിമിഷമാണ്. ഈ തണുപ്പ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മളിപ്പോൾ ഗുണ കേവിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ, അതിൻ്റെ പ്രവേശന കവാടം താണ്ടി എത്തിയിട്ടുണ്ട്. നോക്കണേ, അവിടുത്തെ മനോഹാരിതവും നോക്കണേ. നമ്മുടെ മനുഷ്യർ തന്നെ അവിടെ നിൽക്കുന്നത് കാണാൻ തന്നെ എത്ര മനോഹരമാണ്. അപ്പോൾ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള സൗന്ദര്യ ലോകത്ത് ആസ്വദിച്ച് മുഴുകി നിൽക്കുവാണ്. ഇതൊക്കെ ഒപ്പിയെടുക്കലാണ് എൻ്റെ പരിപാടി. ഞാൻ അങ്ങനെ അതിനെ ഇങ്ങനെ വൈഡായിട്ട് എടുത്തത് എന്താണെന്നറിയോ, എന്തു രസമാണ് നമുക്കിത് കാണാൻ, ഇതൊന്ന് ആസ്വദിക്കുവാൻ. ഓരോരുത്തരും ഓരോ ലോകത്താണ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു, ഓരോന്ന് കാണുന്നു. ചിലരുടെ മുകളിൽ കയറുന്നു, ചിലരുടെ വേരുകളിലൊക്കെ കയറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് ഇരിക്കാനായിട്ടൊരു സെറ്റുണ്ട്. ഇടത് ഭാഗത്ത് മറ്റൊരു വഴിയും തെളിഞ്ഞു കാണാം. ഞാൻ ആകപ്പാടെ അവിടെ എല്ലായിടവും ഒന്ന് ഒരു വീക്ഷണം നടത്തി. ഇത് കണ്ട് എന്ത് രസമല്ലേ, എത്ര ഹാപ്പി ആൾക്കാർ. ഒരു അവധി ദിവസം കിട്ടിയാൽ എത്രത്തോളം മനോഹരമാക്കുന്ന ആ ഒരു ജനതയുണ്ട് എന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ പ്രദേശത്തെ വീണ്ടും ഒപ്പിയെടുക്കാൻ കാരണം നിങ്ങൾക്കാർക്കെങ്കിലും ഇതൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇത് കണ്ടെങ്കിലും ഈ പ്രദേശം ഒന്ന് കാണാനെത്തുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇവയൊക്കെ കണ്ട് ആസ്വദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി പ്രധാനമായിട്ട് ഇവിടെ കാണാനുള്ളത് ശരിക്കും ഗുണ കേവ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പളനി ഹിൽസിൻ്റെ ഭാഗമാണ്. നമ്മുടെ തമിഴ്നാട് ടൂറിസത്തിൻ്റെ കൊടൈക്കനാൽ ഏറ്റവും ആകർഷകമായ ഒരു പ്രദേശമാണ്. കൊടൈക്കനാലിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടുന്ന ഭാഗമാണ് ഈ ഗുണ കേവ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ നീങ്ങിയാൽ ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ ചരിത്രപരമായി തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടെ ബ്ലോക്കാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശനമില്ല.
എന്നാൽ ഇത് 1821 ഒരു ബ്രിട്ടീഷ് ഓഫീസറായ BS വാർഡാണ് ഗുണ കേവ് ആദ്യമായി കണ്ടെത്തിയത്. അപ്പോൾ ഇവിടെ അദ്ദേഹം കണ്ടപ്പോൾ തന്നെ ഇതിന് ഡെവിൾസ് കിച്ചൺ എന്നൊരു പേരാണ് കൊടുത്തിരുന്നത്. അതിനും കാരണമുണ്ട്. ശരിക്കിത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചെകുത്താൻ്റെ അടുക്കള എന്നാണ്. പോകുന്നയാരും തിരിച്ചു വരലില്ല എന്നുള്ളതാണ്. ഒരുപാട് ഗവേഷകർ പഠനത്തിനായി ഇറങ്ങി ഇവിടെ, പക്ഷേ ഒരുപാട് ആൾക്കാർ തിരിച്ചു വന്നിട്ടില്ല. 1991 വരെ ഇത് വീണ്ടും അജ്ഞാതമായി കിടന്നുവെങ്കിലും 1991 പ്രസിദ്ധ സിനിമാ താരം കമലഹാസൻ്റെ ഗുണ കേവ് എന്നൊരു സിനിമ റിലീസായതോടെ ഇത് വീണ്ടും ജനശ്രദ്ധ നേടി. അങ്ങനെ വീണ്ടും ടൂറിസ്റ്റുകൾ ഈ മേഖലയിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. എന്നാൽ ഇത് അറിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രദേശം ആൾക്കാരുടെ ആത്മഹത്യാ കേന്ദ്രങ്ങളായി മാറി എന്നതാണ് ഏറ്റവും വലിയ സത്യം. നമ്മുടെ 2016 കണക്ക് പ്രകാരം ഏകദേശം 19 ഗവേഷകരാണ് ഇതിനകത്ത് മരണപ്പെട്ടു പോയത് എന്നാണ് 2016 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം. അപ്പോൾ ഇതിൻ്റെ അപകടം നിറഞ്ഞ പ്രദേശത്തൊക്കെയും വാതിലിട്ട് ക്ലോസ് ആക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, പോയാൽ തിരിച്ചു വരാൻ സാധ്യതയില്ല. ഇനി വലിയ വിടവുകളാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. ആ വിടവുകളുടെ ഭാഗത്ത് ഇരുമ്പ് ഗേറ്റുകളിട്ട് അതിനെ മറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെന്ത് എന്നത് കാഴ്ചയെടുക്കാൻ ഞാനൊരു ശ്രമം നടത്തിയെങ്കിലും വലിയ പരാജയമായിരുന്നു. ഒന്നും കാണുവാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, നല്ലൊരു മഴ വന്നാൽ ചിലപ്പോൾ ഇത് അടർന്നു മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ഭയപ്പെടുത്തുന്നതല്ല, ഏറ്റവും നല്ല ആ കരുതൽ അവിടെ വച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഇരുമ്പ് പാളികൾ ഉപയോഗിച്ചിട്ടാണ് ഇവയെ ബന്ധിച്ച് എന്ന് വെച്ചാൽ ആൾക്കാർ അതിനകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഇവിടെയുണ്ട്. വളരെ മനോഹരമായൊരു വ്യൂ പോയിൻ്റാണ് ആ ഗുണ കേവ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വളരെ മനോഹരമായൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ പറ്റിയൊരു പ്രദേശമാണ് ഈ ഗുണ കേവിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. വളരെ ആകർഷകമാണ്. ഞാനും ഇവരെ വകഞ്ഞ് മാറ്റി ഫ്രണ്ടിലേക്ക് കയറി. പക്ഷെ അവിടെ നിന്ന് നോക്കിയാൽ മഞ്ഞ് കാരണം ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാക്സിമം ഒന്ന് ശ്രമിച്ചു. അത് ചില സന്ദർഭങ്ങളിൽ നന്നായിട്ട് തെളിഞ്ഞു വരും. ഇനി ഇതിൻ്റെ മുകളിൽ കയറുക എന്നതാണ് അടുത്തൊരു കാര്യം. ഇവിടെ വരുന്നവരെല്ലാം ഇവിടുന്ന് ഈ പ്രദേശം നന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട്. ഇവിടെയും നല്ല തിക്കും തിരക്കുമാണ്. ഇവിടുന്ന് ചുറ്റുവട്ടം നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. അപ്പോൾ കൊടൈക്കനാലിലെ പ്രത്യേകിച്ച് ഗുണ കേവിലെ ഏറ്റവും ആകർഷകരമായ ഒരു പ്രദേശം ഇതാണ്. അപ്പോൾ ഈ ഭാഗത്തിൽ തിക്കും തിരക്കുമാണ്. അതൊക്കെയും വകഞ്ഞു മാറ്റി ഞാനും ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നല്ല നാച്ചർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ മഞ്ഞ് കാരണം അത് നന്നായിട്ടൊന്നും എടുക്കുവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പിലെ വ്യൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഏകദേശം നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 600ഓളം അടി ഉയരത്തിലാണ് ഞാനിപ്പോൾ. നല്ല ഉയരത്തിലാണിത്. പളനി ഹിൽസിൻ്റെ ഭാഗമാണ് ഈ കൊടൈക്കനാൽ. ഈ മനോഹരിത ദൃശ്യങ്ങൾ ഇവിടെ നിന്നൊക്കെയും കാണുന്ന ഈ വ്യൂ നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.